നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പ് 1 2 3 4 1 2 3 4. അപ്പോൾ രണ്ടിനും ഒന്നാമത്തെ സ്റ്റെപ്പ് നിന്നിട്ട് രണ്ടാണ് ഇരിക്കുന്നത്. 4 1 2 3 4. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ കൈയിൻ്റെ വെള്ള പുറത്തേക്കായിട്ട് വേണം പിടിക്കാൻ. പിടിച്ചു നോക്കൂ. ഇങ്ങനെയല്ല വരേണ്ടത്. ഇവിടെ വരട്ടെ. ഈ ഒരു അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് കുറച്ചും കൂടെ ഇങ്ങനെയാണല്ലേ. അതങ്ങനെയാവണം. ഈ സ്ഥാനം ഇവിടേക്ക് വരണം. ഈ ഷോൾഡറിൻ്റെ അടുത്തേക്ക് വരട്ടെ. കുറച്ച് ലൂസാക്കി ഇട്ടോളൂ. 1 2 3 4 1 2 3 4. ഇനി സ്പീഡ് അടുത്തത് 1 2 3 1 2 3. ഇത്ര എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നീങ്ങും. ആ നീങ്ങണത് 1 2 3 4. അതായത് രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പ് നമ്മൾ നീങ്ങാൻ ഉപയോഗിക്കും. ഒന്ന് നേരെ ഈ കാലിൻ്റെ നേരെ ഫ്രണ്ടിൽ കുറച്ച് ഇപ്പുറത്തേക്ക് നീങ്ങിയാലും കുഴപ്പമില്ല. ഇങ്ങനെ ആവരുത്. 1 2 നീങ്ങി 4 അതേപോലെ തന്നെ കുറച്ച് ക്രോസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പുറത്തേക്ക് ആവരുത്. അപ്പോൾ 1 2 3 4 ഇത്രയും നീങ്ങും. അതായത് മറ്റാളുടെ നിന്നിരുന്ന സ്ഥലത്തെത്തും. അത്രയും നീങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് പെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ കാല് മുൻപേക്ക് വെച്ചിട്ട് ഇവിടുന്ന് അടിച്ചിട്ട് ഈ അടിച്ച കൈയിനെ ഇവിടെയും വരെ കൊണ്ടുവന്നിട്ട് താഴെ ഇടും. 1 2 3 4 1 2 3 4 അത്രയും വരും. ഇനി അടുത്ത സ്റ്റെപ്പ് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കാനൊക്കെ വരും. നോക്കാം. 1 2 3 4 5 6 7 8. ഇതേ ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് കളിക്കുമോ? ഒന്നുകൂടി എടുക്കാം. 1 2 3 4 5 6 7 8. അങ്ങനെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് വരിക. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പുറകിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓർത്തില്ലെങ്കിൽ സ്റ്റെപ്പ് കിട്ടില്ല. 1 2 3 4 5 6 7 8. ഇതിൻ്റെ കൊട്ടുകളാണ് സൂക്ഷിക്കേണ്ടത്. ഇതിൻ്റെ കൊട്ടുകളൊക്കെ ഇവിടെ വരാൻ പാടുള്ളൂ. ഇത്ര. പിന്നെ അത് ഈ കൊട്ടെടുക്കുമ്പോഴേ ഇങ്ങനെ ക്യൂ ആയിട്ടല്ല, ഇങ്ങനെയല്ല നമ്മൾ നിൽക്കുക. എന്നാൽ ഇങ്ങനെയല്ല, വിളക്കിന് നേരെയല്ല, കംപ്ലീറ്റ് സൈഡിലേക്കും അല്ല, ഒരു കോർണറിലേക്കായിരിക്കും. കണ്ടോ? അത് നേരെയായി. വട്ടത്തിലേക്കല്ല നിൽക്കേണ്ടത്. ഒന്നുകൂടി അടുത്തേക്ക് വന്നോളൂ. ഇതിപ്പോൾ നമ്മൾ നേരെയാണ്. നമ്മൾ സംസാരിച്ച് ചുമ്മാ നിൽക്കുമ്പോൾ കാലെങ്ങനെയാണോ അതിലേക്ക് അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ കണ്ടോ കുറച്ച് ചെരിവല്ലേ, ആ ചെരിവാണ് കിട്ടേണ്ടത്. അല്ലാതെ കറക്റ്റ് ഇങ്ങനെ വരരുത്. അപ്പോൾ എടുത്തോളൂ. 1 2 3 4. ഇനി ഈ സ്റ്റെപ്പ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് കടക്കുമ്പോൾ ഈ കാലിന് നേരെ അല്ല വെക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നതായിരിക്കും. അതവിടെ വെച്ചു. എന്നിട്ട് എടുത്തോളൂ. 1 2 3 4. ഇപ്പോൾ ഇനി ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ നേരെ ഇവിടെയാണ് വേണ്ടത്. എൻ്റെ നേരെ ഇവിടെയാണ്. പക്ഷെ ഞാൻ വെക്കുന്നത് അതിൻ്റെ അടുത്തേക്കായിരിക്കും. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4 5 6. കണ്ടോ? അപ്പോൾ കുറച്ച് ബാക്ക് കൂടെ വേണം ഫ്രണ്ടിലേക്ക് കയറാൻ. എന്നിട്ട് തിരിച്ച് നേരെ ഇറങ്ങും. അപ്പോൾ അത്രയും കയറുന്നത് നമ്മൾ ഈ കാലിൻ്റെ നേരെയല്ല, കുറച്ച് ബാക്കിലേക്കാണ്. ബാക്ക് കൂടെ വേണം ഉള്ളിലേക്ക് കയറാൻ. എന്നിട്ട് തിരിച്ചിറങ്ങണം. അതാണ് ഈ അടുത്ത സ്റ്റെപ്പ് വന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 1 2 3 അകത്തേക്കും പുറത്തേക്കും വരും. അപ്പോൾ എടുത്തോളും. 1 2 3 1 2 3 പുറത്തേക്ക്. ലെഫ്റ്റ് കൂടെ തിരിഞ്ഞു, വീണ്ടും ലെഫ്റ്റ് കൂടെ തിരിഞ്ഞു. ഇതിന് ഇനിയുള്ള സ്റ്റെപ്പ് ഇത്രയും വരെയാണ് ഒരു ക്ലാസ് വന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ളതും കൂടെ കാണിക്കാം. അടുത്തത് 1 2 3 4 4 തവണ വരും. അപ്പോൾ ഈ എടുത്ത കൈയിനെ കൊണ്ടല്ല നമ്മൾ അടിക്കാൻ ഉപയോഗിക്കുന്നത്. എടുത്തോളൂ. 1 2. ഇങ്ങനത്തെ അടികളൊക്കെ പൊക്കി അടിക്കണം. അപ്പോൾ ഇന്നലത്തെ ചോദ്യത്തിലും പലരും ചോദിക്കുന്നതാണ് കൈ തലയ്ക്ക് മുകളിലേക്ക് പോകാൻ പാടുമെന്നുള്ളത്. ഇതാണ് ഈ സ്റ്റെപ്പിന് പോകാൻ പാടില്ല. പക്ഷേ ഇങ്ങനത്തതൊന്നും മുഖത്ത്
ഇപ്പോൾ ഇവിടെ കൈ ഇല്ലെങ്കിൽ കൃത്യം മുഖത്താണ് കൊള്ളുക. മുഖം അടച്ച് കൊടുക്കരുത് നമ്മൾ. ഇങ്ങനെ കാണാൻ പറ്റണം. പിടി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചേർത്ത് വെച്ചാലും നമുക്ക് പേരിൻ്റെ മുഖം കാണാൻ പറ്റണം. ആ ഒരു ഹൈറ്റിൽ വേണം പിടിക്കാൻ. അതിന് പിടിക്കാൻ ഏറ്റവും എളുപ്പം ഈ കൈ, ഈ ഷോൾഡർ ഇത് ഭൂമിക്ക് പാരലാണോ നോക്കിയാൽ മതി. എന്നിട്ടങ്ങ് നിവർത്തി കഴിഞ്ഞാൽ കൃത്യം അത് കിട്ടും. അത് താഴ്ന്നു കഴിഞ്ഞാൽ ഇവിടെ വരും. അപ്പോൾ ആ അടിയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എടുക്കാം. 1 പൊക്കിക്കോളും. 2 1 2 1 2 1 2. ഇനി ആ കൊടുക്കുന്ന സമയത്ത് കൃത്യം അതിലേക്ക് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഒന്നുകൂടി കളി ഗ്രേസ്ഫുള്ളാവും. നമ്മൾ ആ കൊടുക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയാൽ മതി. അതാണ് ആദ്യത്തെ. ഇനി നമ്മൾ ഓപ്പോസിറ്റ് പേരിൻ്റെ കൂടെ താളം ഒന്ന് മുറുകും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് ഉള്ളിൽ കേട്ടോ. 1 2 3 അല്ല, ഒരേ കൈ, ഈ കൈ തന്നെ എടുത്തിട്ട് 1 2 3. ആദ്യം 1 അകലെ വെച്ചു, 2 അവിടെ തന്നെ ചവിട്ടി, 3 പേരിനെ അടിക്കുമ്പോൾ സമത്തിൽ വെച്ചു. ഓക്കെ, 1 2 3 1 2 3. ഒന്നുകൂടെ 1 2 3 1 2 3. ഇത്രയും വന്നു. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എടുത്ത സ്റ്റെപ്പിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ്. 1 2 3 4. കണ്ടോ, ഇത്രയും നീങ്ങി. അത് കഴിഞ്ഞിട്ട് പേരിന് കൊടുക്കുമ്പോൾ ഇത് 2 പേരും 2 തരത്തിലായിരിക്കും. തിരിയുന്നത് അപ്പുറത്തേക്ക് തിരിയുമ്പോൾ കാല് വയ്ക്കുന്നത് വേറെ ആയിരിക്കും. അതുകൂടി ഒന്ന് പഠിക്കാം. ഇതൊന്നുകൂടി തുടങ്ങിയിട്ട് 1 2 3 4 5 6. ഇയാൾ കാല് സമത്തിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞവർ. മറ്റേയാൾ പുറകിൽ കുത്ത്. ഇങ്ങനെയാണ് കാല് വരിക. ഇനി 8 പേരും എത്ര പേരാണ് നമ്മൾ കളിക്കുന്നത് വെച്ചാൽ കൈ പൊക്കിയിട്ട് നമ്മൾ കളിക്കുന്ന എല്ലാവരും അടുത്ത കാല് ലെഫ്റ്റ് കൊണ്ട് തന്നെ കൊട്ടണം. അതായത് ഈ പേരും ആ പേരും എല്ലാവരും അടുത്ത കൊട്ടിയത് ചവിട്ടിയത് ലെഫ്റ്റ് കാലുകൊണ്ടാണ്. എന്നിട്ട് ആദ്യം പുറകിൽ കുത്തിയവരൊക്കെ പിന്നെ സമത്തിൽ നിൽക്കും. സമത്തിൽ നിന്നവരൊക്കെ പുറകിൽ കുത്തും. കൃത്യം പുറകിൽ കുത്തുമ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഒന്നുകൂടി ക്രോസ് ചെയ്ത് കുത്തും. അത്രയും ക്രോസ് ചെയ്ത് കുത്തണം കാല്. അതൊന്നുകൂടെ എടുക്കാം. ഇവിടെ തൊട്ടിട്ട് 1 2 3 4 1 2 3 4. ഇത്രയും വരും. ഇനി ഇത് മാത്രം 1 2 3 4. ഇനി ഇതിൻ്റെ സ്പീഡ് സ്റ്റെപ്പാണ് വരുന്നത്. താളം ഒന്ന് മുറുകും. അപ്പോൾ 1 2 3 4 1 2 3 4. ഇത്രയാണ് കുറത്തിയുടെ സ്റ്റെപ്പ്. നോക്കാം. 1 2 3 4 1 2 3 4. ഇനി 1 2 3 4. പിന്നെ സ്പീഡ് 1 2 3 4 1 2 3 4. ഇതിനേക്കാൾ സ്പീഡായിരിക്കും. ഇനി നമുക്ക് പാട്ടിന് നല്ല ചിഹ്നം പോയി മറഞ്ഞു, കന്നി വന്നു പിറന്നു, വല്ലവിമാരൊത്തു കൂടി നിൽക്കതി